വാണിജ്യ സിലിണ്ടറിന്റെ വില ഒറ്റയടിക്ക് കൂട്ടിയതോടെ സംസ്ഥാനത്തെ ഹോട്ടലുകളും കാറ്ററിംഗ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും അടച്ചിടൽ ഭീഷണിയിലാണ്. വില വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. വില വർധനവിനെതിരെ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് വലിയ പ്രതിഷേധ മാർച്ചുണ്ടായി. പാചകവാതക സിലിണ്ടറിന്റെ വൻ വില വർധന വലിയ തിരിച്ചടിയായെന്നും വില കൂട്ടാതെ മുന്നോട്ട് പോകാനാകില്ലെന്നും ഹോട്ടലുടമകൾ പറയുന്നു. ഒറ്റയടിക്ക് 19 കിലോ വാണിജ്യ സിലിണ്ടറിന് വൻതുക കൂട്ടിയ തീരുമാനത്തോടെ നേരത്തെ ബുക്ക് ചെയ്ത ഓർഡറുകളിലും പുതിയ ഓർഡറുകൾ സ്വീകരിക്കുന്നതിലും ഉൾപ്പെടെ ആശങ്കയിലാണ് കാറ്ററിംഗ് സ്ഥാപനങ്ങൾ. വലിയ പ്രതിസന്ധിയില്ല. അടുത്ത 2 മാസത്തെ ഓർഡർ എടുത്തു വെച്ചേക്കാം. ഇത് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. തൊഴിലാളികളെ പിരിച്ചുവിടാൻ പറ്റുമൊന്നുമില്ല. ഇതൊക്കെ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ അത്യാവശ്യം നിൽക്കുന്ന ആൾക്കാരാണ്. ഇതെന്താ ചെയ്യണം? ഇപ്പോൾ വിറകിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ 10,000 രൂപയാണ് ടണ്ണിന് ചോദിക്കണത്. പണ്ട് ഈ ഗ്യാസിന് ക്ഷാമത്തിന് മുമ്പ് ആ കൂടി 3000 രൂപ ഉണ്ടാക്കുന്ന വിറക് ഇപ്പോൾ 10,000 രൂപയാണ് ടണ്ണിന് ചോദിക്കുന്നത്. ഗ്യാസ് ഇപ്പോൾ നമ്മൾ അതിവില കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. അപ്പം പൂട്ടിയുടെ അവസ്ഥയിലേക്കാണ് പോകുന്നത്. വാണിജ്യ സിലിണ്ടർ വില കുത്തനെ കൂട്ടിയതോടെ മറ്റു മേഖലകളിലും വിലക്കയറ്റമുണ്ടാകുമെന്നാണ് ആശങ്ക. 19 കിലോ സിലിണ്ടറിന്റെ വില ഒറ്റയടിക്ക് 993 രൂപയാക്കിയ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ ഈ മാസം 6-ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കാനാണ് ഹോട്ടൽ ഉടമകളുടെ തീരുമാനം. വിലവർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധിച്ചു. പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഗ്യാസ് സിലിണ്ടർ സ്ട്രക്ചറിൽ കിടത്തിയായിരുന്നു പ്രതിഷേധം. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.